ഞങ്ങളെ മാത്രം ട്രസ്റ്റ് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് അൾസ്റ്ററിലേക്ക് ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് വന്ന ആളാണ് അതിലൂടെ ഞാൻ ജസ്റ്റ് ബേസ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. ഞാനിവിടെ മാസ്റ്റേഴ്സ് ഇൻ നഴ്സിംഗ് ആണ് എടുത്തത്. അൾസ്റ്റർ സ്വന്തമായിട്ട് എടുത്ത തീരുമാനമല്ലേ? അതെ, ഉറപ്പായിട്ടും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം? അത് എൻ്റെ ഫാമിലിയോട് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നോക്കുമ്പം ഒരു കുഴപ്പമില്ലാത്ത എന്നാൽ പാസ്സാകാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി, നമുക്ക് ഫീസിബിൾ ആയിട്ടൊരു യൂണിവേഴ്സിറ്റി, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു യൂണിവേഴ്സിറ്റി എടുത്തത്. ഓഫർ ലെറ്റർ സ്റ്റാർട്ട് കിട്ടിയപ്പോൾ തന്നെ ഒഇടിയുടെ എക്സാം ക്ലിയർ ചെയ്തിരുന്നോ നാട്ടിന്ന്? ഇല്ല, ഓഫർ ലെറ്റർ കിട്ടി കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇത് ക്ലിയർ ചെയ്തത്. അപ്പോൾ തന്നെ ഞാൻ ട്രെയിനിങ് എടുക്കുന്നുണ്ടായിരുന്നു, എൻ്റെ ഇടയ്ക്ക് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒഇടി കിട്ടുകയും ചെയ്തു. സ്റ്റുഡന്റ് വിസയിൽ അൾസ്റ്ററിലേക്ക് വന്നപ്പോൾ ഒഇടിയുടെ ഒരു ആവശ്യമുണ്ടോ, അല്ല ഐഎൽസിന്റെ ആവശ്യം ഉണ്ടായിരുന്നു? ഇല്ല, നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഐഎൽസ് വെക്കാം, അല്ലെങ്കിൽ ഇവർ വിയർ ഐഎൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു +2 ഒരു 80% മാർക്കിന് മുകളിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വിയർ ഐഎൽസിന് നമുക്ക് അപ്ലൈ ചെയ്യാം. ഫോർച്യൂസ്റ്റിന്റെ സ്റ്റഡി സപ്പോർട്ട് ഒരു ഓവർ ജനറൽ റിവ്യൂ പറയാം? ഉറപ്പായിട്ടും തീർച്ചയായിട്ടും. കാരണം വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ആ സമയത്ത് രാത്രി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ രാത്രി ഇപ്പോൾ ഒരു 12 മണിയായാലും ജേസി ഇങ്ങോട്ട് വിളിക്കും, അതിൽ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ട്, ഇങ്ങനെ ചെയ്താൽ മതി. ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഓരോ കാര്യങ്ങൾക്കായാലും വിളിച്ച് ഇങ്ങോട്ട് പറയും, ഇടയ്ക്കിടയ്ക്ക് പറയും ഇന്ന് പ്രാർത്ഥിച്ചോ, ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് കറക്റ്റായിട്ട് പറയുമായിരുന്നു. ഒക്കെ നല്ലൊരു സപ്പോർട്ടായിരുന്നു കിട്ടിയത്. അതെ, ഉറപ്പായിട്ടും ഞാൻ അൾസ്റ്ററിലേക്ക് കുട്ടികളെ വിടാത്തതിന്റെ ഒരു റീസൺ ഒരുപാട് ദൂരെ കൂടുതലായതുകൊണ്ടാണ്. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതും ഇവനെ കാണാൻ വേണ്ടി മാത്രമാണ്. ഞാൻ ഇപ്പോഴാണ് കുറേ പിള്ളേരെ കണ്ടു. സെപ്റ്റംബർ 10 അവൻ ഇവിടെ വന്നത്. സാധാരണ പിള്ളേർ വരുമ്പോൾ ഞങ്ങൾ അവരുടെ എൻറോൾമെന്റിനോ അല്ലെങ്കിൽ ആ ഒരു വീക്കിലോ കൂടെ പോകും. പക്ഷെ നിന്റെ കാര്യത്തിൽ നടന്നില്ല. ഞങ്ങൾ കണ്ടു, അവൻ ഓക്കെ ആണ്, അവനിവിടെ ഫാമിലി സപ്പോർട്ട് ഉണ്ട് കേട്ടോ. അതുകൊണ്ടും കൂടിയാണ് ഞാൻ വരാതിരുന്നത്. എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതിയല്ലോ, ആവശ്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിനെ വെറുതെ വരുന്നത്. അൾസറിലേക്ക് നിങ്ങൾക്ക് ഇനി നോക്കണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് അഗെയിൻ കുറച്ച് ഡിസ്റ്റൻസിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ലണ്ടൻ സൈഡ് അല്ല, നിങ്ങൾക്ക് കുറച്ച് ഉള്ളിലോട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ ദെയർ ആർ ഓപ്ഷൻസ്. സ്കോളർഷിപ്പിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഇപ്പം ഇവൻ പറഞ്ഞ പോലെ തന്നെയാണ്. ജാനുവരി ഇൻടേക്കിലേക്കും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. വിളിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ആൻഡ് താങ്ക് യു സോ മച്ച് അതിന്.